എൻ്റെ ഫ്രണ്ട് നെഞ്ച് ഭാഗത്തുനിന്ന് കൈയെടുത്തിട്ട് പിടിക്കാൻ നോക്കി. മറ്റേ ചേട്ടൻ വന്നിട്ടപ്പോൾ കാലുഭാഗത്തും പിടിച്ചു. എനിക്ക് സംസാരം വരുന്നുണ്ടായിരുന്നില്ല, സൗണ്ടൊന്നും വരുന്നുണ്ടായിരുന്നില്ല. നല്ല പെയിൻ ഉണ്ടായിരുന്നു ആക്സിഡൻറ്റ് തന്നെ. അപ്പോൾ എൻ്റെ കരച്ചിലിട്ട് ഇവർ വിചാരിക്കണം ഞാൻ ആക്സിഡൻറ്റ് വേദനിച്ചിട്ട് കരയുകയാണെന്നാണ്. പക്ഷെ പുള്ളി ആ സമയത്ത് പുള്ളിക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. കായംകുളത്ത് വെച്ച് ഒരു യുവതിയും അതുപോലെ തന്നെ അവരുടെ സുഹൃത്തുക്കളും സഞ്ചരിച്ച കാർ ഡിവൈഡറിൽ തട്ടി ആക്സിഡന്റ് ഉണ്ടാകുന്നു. ആ സമയത്ത് രക്തത്തിൽ വാർന്ന് അപകടം പിടിച്ച് കിടക്കുന്ന സമയത്ത് രക്ഷിക്കാൻ വന്നവരിൽ ഒരാൾ വൃത്തികേടിൻ്റെ അങ്ങേ അറ്റമായ രീതിയിൽ, മോശമായ രീതിയിൽ ആ സ്ത്രീയെ സ്പർശിക്കുകയും അതുപോലെ തന്നെ ഉപദ്രവിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പോലും പറ്റുകയില്ല. അത്രയ്ക്കും വലിയ ഒരു കാമക്കടുവയായി ആ വൃത്തികെട്ടവൻ മാറുന്ന ഒരു രംഗം തീർച്ചയായിട്ടും കേരളക്കര നാണിക്കുക തന്നെ വേണമെന്നുള്ളതാണ്. കാരണം മരിച്ചു കിടക്കുന്ന ശരീരത്തിനോട് പോലും കാമം തോന്നുന്ന മനുഷ്യന്മാർ ജീവിച്ചിരിക്കുന്ന നാടായി നമ്മുടെ കേരളം മാറിയോ? തീർച്ചയായിട്ടും അത്തരത്തിൽപ്പെട്ട ഒരു വാർത്ത മനുഷ്യ മനസ്സിനെ തന്നെ വേദനിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. പിന്നെ ഇത്തരത്തിൽപ്പെട്ട ഒരു വൃത്തികേട് കാണിച്ചത് ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട. വ്യാപാരി വ്യവസായി സംഘടനയുടെ പ്രസിഡൻ്റൊക്കെയായ തൊഴിലാളികളുടെ ഒരു നേതാവായി വൃത്തികെട്ടവനാണ് ഇത്തരത്തിൽപ്പെട്ട ഒരു കാര്യം ആ യുവതിയോട് ചെയ്തത് എന്ന് കൂടി കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ചൂലി ചാണകത്തിൽ മുക്കി അവൻ്റെ മുഖത്തടിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അവനൊന്നും തൊഴിലാളികളുടെ നേതാവ് മാത്രമല്ല, ഇവനെപ്പോലെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും വീട്ടിൽ എന്താണാവോ ചെയ്ത് കൂട്ടുന്നത് എന്നാണ് ചിന്തിക്കേണ്ടത്. കാരണം ഇവൻ്റെ അമ്മയോ അല്ലെങ്കിൽ പെങ്ങളോ അല്ലെങ്കിൽ ഭാര്യയോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ കുട്ടികളെ പോലും ഇവൻ്റെ അടുത്തേക്ക് ഒന്ന് കിടക്കാൻ പോലും നിങ്ങൾ വിടാതിരിക്കുക. കാരണം ഇവൻ അമ്മ ഏതാണെന്നോ പെങ്ങളേതാണെന്നോ മറ്റ് ബന്ധങ്ങളൊന്നും തന്നെ ഇദ്ദേഹത്തിന് അറിയില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഈ ഒരു പ്രവൃത്തിയോടുകൂടി അവനത് തെളിയിച്ചിരിക്കുകയാണ്. ആ യുവതി പറയുന്ന ഒരേ ഒരു പോയിന്റ് മാത്രം മതി നമുക്ക് അവരുടെ വേദന മനസ്സിലാക്കാൻ. എനിക്ക് അപകടത്തിൽ പറ്റി തളർന്ന് ഇരിക്കുന്ന യുവതി പറയുന്നു, ആസ്മയുടെ സൂക്കേടുള്ള സ്ത്രീയാണ്, ശ്വാസം മുട്ടിയിട്ട് എണീറ്റ് നടക്കാൻ പോലും പറ്റാത്ത ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ പറയുകയാണ്, അതിനേക്കാൾ വേദനയായി എനിക്ക് ഇദ്ദേഹം അത്രയും ശക്തിയായ രീതിയിലാണ് സ്പർശിച്ചത് എന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം. ആ പാടുകളൊക്കെ ഇപ്പോഴും അവരുടെ ശരീരത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. വളരെ സങ്കടം നിറഞ്ഞ ഒരവസ്ഥയാണ്. ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ മുമ്പിൽ വന്ന് സംസാരിക്കുന്ന ഒരു രംഗം തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനെ അലിയിച്ച് കളയും. നമുക്ക് അത് കേൾക്കാം. ഞങ്ങൾ ആക്ച്വലി എൻ്റെ ഫ്രണ്ടും അവളുടെ ഹസ്ബൻഡും കുട്ടികളും ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയി തിരിച്ചു വരുന്ന വഴിക്ക് ആളൊന്ന് മയങ്ങിപ്പോയി. അത് വണ്ടി ഡിവൈഡറിൽ ഇടിച്ച് ആക്സിഡന്റ് ആയി. എനിക്ക് ഓൾറെഡി ബ്രീത്ത് ഔട്ടായി. എനിക്ക് ആസ്മ ഇഷ്യൂ ഉണ്ട്. സോ ഞാൻ ഓൾറെഡി ബ്രീത്ത് ഔട്ട് ആയപ്പം ആദ്യം അവിടെ ഒരു പെട്ടിയാട്ടം വന്നു. അപ്പം അതിൽ 2 ചേച്ചിമാരും ഒരു ചേട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ വന്നപ്പോഴത്തേക്ക് ഞാൻ എന്നെ വണ്ടിയിൽ നിന്ന് പുറത്തെടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പം സ്പോട്ടിൽ തന്നെ ആക്സിഡന്റ് നടന്ന സൗണ്ട് കേട്ട് ബൈക്കിൽ വേറൊരാളും വന്നു. പുള്ളിക്കാരൻ വന്ന് ഇറങ്ങി എന്നെ പിടിക്കുന്ന സമയത്തേക്ക് എനിക്ക് ആകെ ബ്ലറർ ആവാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നിൽക്കണമെന്ന് പറഞ്ഞു. നടത്തല്ലേ, ഞാൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ സമയത്ത് പുള്ളി പറഞ്ഞു വേണ്ട എടുക്കാമെന്ന് പറഞ്ഞു. പുള്ളി അപ്പോഴത്തേക്ക് ഒറ്റയ്ക്ക് വന്ന ആ പുള്ളി, അതായത് സിനിൽ സബാദ് പുള്ളി വന്നിട്ട് എൻ്റെ ഫ്രണ്ട് നെഞ്ച് ഭാഗത്തുനിന്ന് കൈയെടുത്തിട്ട് പിടിക്കാൻ നോക്കി. മറ്റേ ചേട്ടൻ വന്നിട്ടപ്പോൾ കാലുഭാഗത്തും പിടിച്ചു. എനിക്ക് സംസാരം വരുന്നുണ്ടായിരുന്നില്ല, സൗണ്ടൊന്നും വരുന്നുണ്ടായിരുന്നില്ല. നല്ല പെയിൻ ഉണ്ടായിരുന്നു ആക്സിഡൻറ്റ് തന്നെ. അപ്പോൾ എൻ്റെ കരച്ചിലിട്ട് ഇവർ വിചാരിക്കണം ഞാൻ ആക്സിഡൻറ്റ് വേദനിച്ചിട്ട് കരയുകയാണെന്നാണ്. പക്ഷെ പുള്ളി ആ സമയത്ത് പുള്ളിക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അടുത്ത വണ്ടിയിലേക്ക് കയറ്റാൻ വേണ്ടി ഇച്ചിരി ഒന്ന് നടക്കണം, കുറച്ച് സ്റ്റെപ്പ് വെക്കണം. ഒരു 40-50 മീറ്ററോളം വരുമായിരിക്കും, കൃത്യമായിട്ട് അറിയില്ല. അപ്പം ആ പെട്ടിയാട്ടോയിൽ നിന്നാണ് ഞങ്ങളെ അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ പെട്ടിയാട്ടോയിൽ കയറ്റുന്ന സമയത്ത് ഈ പുള്ളി ആ സമയത്ത് എന്നെ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, പുള്ളിക്ക് പറ്റുന്ന രീതി പുള്ളി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഞാൻ ആ വേദന കൊണ്ട് കരഞ്ഞിട്ട് അതാരും മനസ്സിലാക്കുന്നില്ല. നോർമലി എന്താ ചിന്തിക്കുക, അപ്പോൾ ആക്സിഡന്റ് നടന്ന വേദനയിൽ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഹോസ്പിറ്റലിൽ ഈ പുള്ളി വന്നപ്പോൾ ഈ പുള്ളിയുടെ ഒരു ഫ്രണ്ടും വന്നു. അപ്പോൾ അപകടം പറ്റിയ സ്ഥലത്ത് ആദ്യമായിട്ട് വന്നത് ആ ഓട്ടോറിക്ഷക്കാരായിരുന്നു. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന 2 യുവതികളും ഒരു യുവാവുമായിരുന്നു. അതിനുശേഷം ഒരു യുവാവ് കൂടി ബൈക്കിലെത്തിയ ശേഷം അവർ 2 പേരും ചേർന്നാണ് ഈ യുവതിയെ സംഭവം നടന്ന സ്ഥലത്ത് നിന്നും ഈ ഓട്ടോറിക്ഷയിലേക്ക് കയറ്റിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്. ആ സംഭവം നടന്ന സ്ഥലത്ത് നിന്നും ഓട്ടോറിക്ഷയിലേക്ക് ഏകദേശം 50 മീറ്ററോളം ദൂരമുണ്ടായിരുന്നു. ആ സ്ഥലത്ത് വെച്ചിട്ട് എനിക്ക് നടക്കാൻ വേണ്ടി പറ്റുന്നില്ല, ഒന്ന് ഇരിക്കണമെന്ന് യുവതി പറഞ്ഞപ്പോൾ വേണ്ട ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് ഇദ്ദേഹമാണ് മുന്നോട്ട് വന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം. ആ സമയത്ത് യുവതിയുടെ സ്വകാര്യ സ്ഥലത്ത് വളരെ ശക്തിയായ മർദ്ദം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പിടിക്കുകയും അതുപോലെ തന്നെ ഏതെല്ലാം രീതിയിൽ അദ്ദേഹത്തിന് ആസ്വാദനം കണ്ടെത്താൻ വേണ്ടി സാധിക്കുമോ ആ രീതിയിലെല്ലാം ആ യുവതിയെ ഉപയോഗിച്ചു എന്ന് ആ യുവതി ഇന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വളരെ സങ്കടം തോന്നിയെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ചെകിട്ടത്തിട്ടൊന്ന് കൊടുക്കുവാൻ വേണ്ടി പോലും തോന്നിപ്പോയി. അത്രയ്ക്കും സങ്കടം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആ യുവതി പറയുന്ന ഒരു വാക്ക് ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഏറെ സങ്കടം തോന്നി. കാരണം ആ അപകടത്തിൽ പറ്റിയ വേദനയേക്കാൾ എത്രയോ കൂടുതലാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രവൃത്തി കൊണ്ട് ആ യുവതിക്കുണ്ടായ വേദന എന്നുള്ളതാണ്. ആ യുവതി പൊട്ടി കരയുകയാണ്.
പക്ഷേ കണ്ടു നിന്ന ആൾക്കാരെല്ലാം വിചാരിക്കുന്നത് അപകടത്തിൽ വീണ് അപകടം പറ്റിയത് കൊണ്ടുള്ള കരച്ചിലാണ് എന്നാണ് അവരെല്ലാം മനസ്സിലാക്കിയത്. പക്ഷേ അതല്ല, ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ വൃത്തികേട് കൊണ്ട് അനുഭവിക്കേണ്ടി വരുന്ന യാതന ആലോചിച്ചിട്ടാണ് ആ സ്ത്രീ കരയുന്നത്. പക്ഷേ ആ സ്ത്രീക്ക് ആ സമയത്ത് പ്രതികരിക്കാനുള്ള ഒരു കഴിവും ഒരു ബോധവും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ട, ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പരാക്രമം ഒന്നുകൂടി കൂടിയെന്ന് മാത്രമല്ല, അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തുകയും മേലാൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയിക്കൊള്ളണമെന്നുള്ള ഭീഷണിയുടെ സ്വരമെല്ലാം അദ്ദേഹം പുറത്തെടുക്കുകയും ചെയ്തു എന്നാണ് യുവതി പറയുന്നത്. യുവതിയുടെ ബാക്കി ഹോസ്പിറ്റലിൽ ഈ പുള്ളി വന്നപ്പോൾ ഈ പുള്ളിയുടെ ഒരു ഫ്രണ്ടും വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി വിളിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നായിരിക്കും. എന്നിട്ട് ഞങ്ങൾ എന്നെ സ്ട്രെച്ചറിൽ കിടത്തേക്കുന്നു കാഷ്വാലിറ്റിയിൽ. ദെൻ വണ്ടി ഓട്ടിച്ച ആളെ അടുത്ത സ്ട്രെച്ചറിൽ വേറൊരു എൻ്റെ അടുത്തേക്ക് എനിക്ക് കാണുന്ന ഭാഗത്തിന് തന്നെ കിടത്തേക്കണം സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം പുള്ളിക്കാരൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് റെഫറൻസ് മേടിച്ച് വേറെ ഏത് ഹോസ്പിറ്റലാന്ന് വെച്ചാൽ എവിടെന്ന് വെച്ചാൽ പൊയ്ക്കോണം എന്ന് പറഞ്ഞു. പുള്ളി അത് മൈൻഡ് ചെയ്തില്ല. അപ്പൊ എൻ്റെ അടുത്തുനിന്ന് ഡോക്ടർ ഒന്ന് മാറി ഇച്ചിരി അങ്ങോട്ട് നീങ്ങിയ സമയത്ത് പുള്ളി നേരെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നടന്ന ഒരു സംഭവത്തിലും തനിക്ക് ഒരു പരാതിയുമില്ല, ഇയാൾക്കൊന്നും സംഭവിച്ചിട്ടുമില്ല, തനിക്കൊരു പ്രശ്നവുമില്ല. ഇവിടുന്ന് റെഫറൻസ് എടുത്ത് നിങ്ങളുടെ നാട്ടിൽ എവിടാന്ന് വെച്ചാൽ നിങ്ങൾ പോയി ചികിത്സിച്ചോണം. പറഞ്ഞ മനസ്സിലായല്ലോ, പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോക്കണം. ഇതാരാണ് പറഞ്ഞത്? സുനിൽ സവാദ്. അത് എനിക്ക് പേരറിയില്ലായിരുന്നു. അപ്പൊ അവിടെ കുറച്ച് ചേട്ടന്മാരുണ്ടായിരുന്നു, അത് സ്ട്രെച്ചർ കൊണ്ടുവരികയും ആംബുലൻസ് ഓട്ടിക്കുകയും അങ്ങനെ ചെയ്യുന്നത്. അപ്പം അതില് ഞാൻ രണ്ടുപേരെ വിളിച്ചിട്ടാ ചോദിക്കുന്നത്, ഇപ്പൊ ഒന്ന് സംസാരിച്ച പുള്ളിക്കാരൻ ആരാന്ന്. ഭീഷണിയുടെ സ്വരമായിരുന്നു. ആയിരുന്നു, നന്നായിട്ടായിരുന്നു. അത് മനസ്സിലാക്കാനുള്ള ഇത് നമുക്കുണ്ടല്ലോ. അങ്ങനെ അവരുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് എനിക്ക് പേര് പറഞ്ഞു തരുന്നത്. പിന്നീട് ഞാൻ കേസ് കൊടുക്കുമ്പോഴാണ് അറിയുന്നത് പുള്ളി ഇങ്ങനെ വ്യാപാര വ്യവസായ സംഘത്തിന്റെ പ്രസിഡന്റ് ആണ് എന്നൊക്കെ അറിയുന്നത്. അതൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്നാണ് പിന്നീട് പരാതി കൊടുക്കുന്നത്? ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ എന്നെ എക്സ്റേ എടുക്കാൻ കൊണ്ടുപോയപ്പോൾ ഞാൻ അവിടെ ആരോടും പറഞ്ഞില്ല, പക്ഷെ നടന്ന സംഭവം ഒന്നും പറഞ്ഞില്ല. എക്സ്റേ എടുക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ എക്സ്റേ റൂമിൽ ഇന്ന് ഒരു ഡോക്ടർ ചേച്ചിയായിരുന്നു, ഒരു ലേഡി. അപ്പം ചേച്ചി ഡ്രസ്സ് മാറ്റുന്ന സമയത്ത് എന്റെ ദേഹത്തുണ്ടായ പാടുകൾ കണ്ടിട്ട് എന്റെ കരച്ചിലും സഹിക്കാൻ വേദന കണ്ടിട്ട് ചേച്ചി ചോദിച്ചു, ഇത് ആക്സിഡന്റിൽ ഉണ്ടായതല്ല, ഇത് എന്താന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ നടന്ന സംഭവം പറയണം, ചേച്ചി ഇങ്ങനെ ഒരു സംഭവം നടന്നു. ചേച്ചി പറഞ്ഞു, ഇല്ല ഇത് കേസ് കൊടുക്കാതെ വിടരുത്, കംപ്ലൈന്റ് ചെയ്യണം. കാര്യം ഈ സമയത്ത് ഞങ്ങളുടെ മരണം മുന്നിൽ കണ്ടിട്ടാണ് ഞങ്ങൾ നിൽക്കണേ. അപ്പോൾ അത്രയും വേദന സഹിച്ച് നിൽക്കുമ്പോൾ അയാൾ അങ്ങനെ പെരുമാറിയെങ്കിൽ ഒരു മരിച്ചൊരു ശവം കിട്ടിയാലും അയാൾ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. അപ്പോഴത്തേക്ക് ചേച്ചി പറഞ്ഞു കംപ്ലൈന്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പോലീസുകാരുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ പോലീസ് വന്ന് ഞാൻ നടന്ന സംഭവങ്ങൾ പറഞ്ഞു. അവർ എഴുതിയൊന്നും നോട്ട് ചെയ്തില്ല, FIR ഒന്നും എടുത്തില്ല, നടന്ന സംഭവങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഞങ്ങളെ അവിടുന്ന് ഓട്ടോ കയറ്റി അപ്പം തന്നെ അവിടുന്ന് വിട്ടു. അവിടെ ഒബ്സർവേഷനിൽ വെക്കൊന്നും ചെയ്തില്ല, അവിടുന്ന് ഓട്ടോ പിടിച്ച് അപ്പം തന്നെ ഞങ്ങളെ വിട്ട് അടുത്ത ദിവസം ഞാൻ സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. പോലീസ് പറഞ്ഞു. കായംകുളത്തുനിന്ന് ഞാൻ ആ ആക്സിഡന്റ് പറ്റി പരിക്ക് മൊത്തം ഞങ്ങൾക്ക് ഉണ്ട്. എന്നിട്ട് ഞങ്ങൾ വെളുപ്പിന് 5 മണിയായി ഞങ്ങളുടെ വീട്ടിലെത്തിയപ്പോൾ, കൊല്ലത്ത് വീട്ടിലെത്തിയപ്പോൾ, സുഹൃത്തിന്റെ കൊല്ലത്ത് വീട്ടിലെത്തിയിട്ട് പിന്നെ അവിടുന്ന് ഞാൻ കായംകുളം രാവിലെ പോയി FIR ഇടാൻ വേണ്ടി മാത്രം ആ വയ്യായ്മയില്. എന്നിട്ട് ഞാൻ FIR ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 4 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിളിച്ച് എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ അന്ന് അവിടെ വെച്ച് ചോദിച്ചു, പറഞ്ഞ കോടതിയിൽ മൊഴി എടുക്കാൻ ഉടനെ വിളിപ്പിക്കുന്നു. വിളിയൊന്നും വന്നില്ല. 4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു അത് കേസിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കേസിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്തോണ്ടിരിക്കുക. കേസിന്റെ സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി എടുത്തു കഴിഞ്ഞു. പിന്നെ അവർക്ക് അയാൾ പ്രതിയാണെന്ന് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ അയാൾക്ക് നല്ല പാർട്ടി സ്വാധീനമുണ്ട്, കൈ പൈസയുണ്ട്. ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഞാൻ മൊഴി കൊടുത്തു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിന്റെ അടുത്ത് അയാളുടെ ഒരു ഫ്രണ്ട് വന്നിട്ട്, അയാളുടെ പക്ഷത്തുള്ള ഫ്രണ്ടോ ആരോ എനിക്കറിയില്ല, റിലേറ്റീവ് ആണോ ഫ്രണ്ടാണോന്ന്, പുള്ളിക്കാരൻ വന്നിട്ട് 10-25 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, അത് സംസാരിക്കാൻ അവക്കും അറിയാം, അവളും പറയൂ അതെന്തായാലും 10-25 ലക്ഷം രൂപയൊക്കെ തരാം, എന്തിനാ ഇങ്ങനെ കേസിന്റെ വഴിക്കൊക്കെ പോകുന്നത്, അതങ്ങ് പിൻവലിച്ചേക്കാനെന്നോ. കേഷ്യാലിറ്റിയിൽ നിന്ന് ഡോക്ടർ കുറച്ച് ദൂരത്തേക്ക് പോയ സമയം തന്നെ അദ്ദേഹം അടുത്തേക്ക് വരികയും അതിനുശേഷം യുവതിയോട് പറഞ്ഞത് ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിനടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ചോളാനാണ്, പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോയിക്കൊള്ളണം, നിങ്ങൾക്ക് ഈ അപകടത്തിൽ യാതൊന്നും പറ്റിയിട്ടില്ല എന്ന്, നിങ്ങൾക്ക് പരാതിയില്ല എന്ന് എഴുതി കൊടുത്തിട്ട് പോയിക്കൊള്ളാനാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ട ആവശ്യം? നിങ്ങൾ ചിന്തിച്ചാൽ മാത്രം മതി. കാരണം അദ്ദേഹത്തിൻ്റെ ബൈക്കായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വണ്ടിയായിട്ടോ ഒന്നും തന്നെ ഈ ഇവർ സഞ്ചരിച്ച കാർ മുട്ടുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ സംഭവ സ്ഥലത്ത് നിന്ന് അദ്ദേഹം കൊണ്ടുവന്നപ്പോൾ ചെയ്ത എല്ലാ കാര്യവും അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അത് ഈ സ്ത്രീക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത്തരത്തിൽപ്പെട്ട ഒരു കാര്യം പറഞ്ഞത്. അതിനുശേഷം തിരിഞ്ഞു പോവുകയും ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷം എക്സ്റേ എടുക്കുന്ന ലേഡിയോട് ഈ കാര്യങ്ങൾ വളരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ സ്ത്രീ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. അതിനുശേഷം മനസ്സാക്ഷി മരവിച്ചിട്ടില്ലാത്ത ആ സഹോദരി ഈ കുട്ടിയോട് പറയുകയാണ്, തീർച്ചയായിട്ടും നിങ്ങൾ പരാതി കൊടുക്കണം, നിങ്ങളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ അദ്ദേഹം പിടിച്ചതിൻ്റെ പാടുകൾ അടക്കം കാണാനുണ്ട് എന്ന് ആ സ്ത്രീ തന്നെ പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസിനെ വിളിക്കുന്നതും പോലീസ് വരുന്നതും അവിടെ നിന്ന് FIR ഇട്ട് പോകുകയെല്ലാം ചെയ്യുന്നു. അതിനുശേഷം യാതൊരു നടപടിയും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം അദ്ദേഹം ഒരു വ്യാപാരി വ്യവസായി സംഘടനയുടെ പ്രസിഡന്റാണ്. രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തിനെ തൊടാനൊന്നും അത്ര പെട്ടെന്ന് കഴിയുകയില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. പോലീസ് ഏമാമാരൊന്നും തന്നെ ബാക്കി ഒരു കാര്യങ്ങളും ചെയ്തില്ല. ഒരു സ്ത്രീ ഇത്തരത്തിൽപ്പെട്ട
മൊഴി കൊടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ അത്തരത്തിൽപ്പെട്ട അക്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലേഡി ഡോക്ടറുടെ ഗൈനക്കോളജിൻ്റെ ആഭിമുഖ്യത്തിൽ തീർച്ചയായിട്ടും പരിശോധന നടത്തിയതിനു ശേഷം ഒരു റിപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. അതൊന്നും തന്നെ ആ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്നോ ഉണ്ടായില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു സംഭവമാണ്. അതിനുശേഷം തീർച്ചയായിട്ടും രഹസ്യമൊഴി പോലീസ് തീർച്ചയായിട്ടും 1-2 ദിവസത്തിനിടയ്ക്ക് തന്നെ എടുക്കുകയും ചെയ്യാറുണ്ട് എന്നുള്ളത് പതിവാണ്. അതൊന്നും ചെയ്തില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം വളരെ വ്യക്തമാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഈ കാര്യം ഒന്ന് പ്രശ്നമായതിനു ശേഷം ഇന്ന് നമ്മുടെ SP തീർച്ചയായിട്ടും ഈ സഹോദരിയെ നേരിട്ട് വിളിച്ചതിന് ശേഷം എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ ഇപ്പോൾ DGPയുടെ മുമ്പിലേക്കും എത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും വരും ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേഷനുകൾ വരികയും അതുപോലെ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നീതി തീർച്ചയായിട്ടും പാവപ്പെട്ടവനും പൈസക്കാരനും നേതാവിനും എല്ലാവർക്കും ഒരേപോലെയാണ്. അത് പുലരുക തന്നെ വേണം. ഇനിയെങ്കിലും നമ്മുടെ ആ നാട്ടിൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽപ്പെട്ട ആൾക്കാരെ നിങ്ങളൊന്ന് തുറന്ന് കാണിക്കാൻ നിങ്ങളെല്ലാവരും ഒന്ന് സന്മനസ് കാണിക്കണം. എൻ്റെ പേരടക്കം ആ യുവതി പറയുന്നുണ്ട്. എൻ്റെ നാട്ടിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. കാരണം അത്രയ്ക്കും മൃഗീയമായ രീതിയിലാണ് ആ സഹോദരി ഉപദ്രവിക്കപ്പെട്ടത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനൊരു പരിഹാരം തീർച്ചയായിട്ടും കാണാൻ നമ്മുടെ നിയമ സംവിധാനത്തിനും നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയ്ക്കുമെല്ലാം കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.